നിന്നോട് എനിക്ക് പ്രണയമുണ്ടെന്ന് നിനക്കറിയാം. പിന്നെ എന്തിനാണ് പ്രിയെ നീ എന്നെ ഇങ്ങനെ മത്തുപിടിപ്പിക്കുന്നത്? നിനക്കും ആ പ്രണയം എന്നോടുണ്ടെങ്കിൽ ധൈര്യമായി തുറന്നു പറയൂ. അർഹിക്കാവുന്നതേ ആഗ്രഹിച്ചോടൂ എന്നൊരു ചൊല്ലില്ലേ രാജ. എനിക്ക് അങ്ങയെ ശുശ്രൂഷിക്കാനുള്ള അനുമതിയേ ഉള്ളൂ, പ്രണയിക്കാനില്ല. എന്തിനാണ് നീ അന്തരം കാണിക്കുന്നത്? ഞാൻ ഇവിടുത്തെ ഒരു പോരാളിയാണ്. രാജ്യത്തെ സംരക്ഷിക്കുക എന്നതാണ് എന്റെ കടമ. അങ്ങേ വിവാഹം കഴിച്ചാൽ അത് ശരിയാവില്ല. ഞാൻ തയ്യാറാണെങ്കിൽ കൂടി മഹാരാജാവ് അതിനനുവദിക്കുകയില്ല. കാരണം എന്റെ ജീവൻ മറ്റാരുടെ കരങ്ങളിലാണ്. ഒരു യുദ്ധത്തിൽ പങ്കാളിയായി രാജ്യത്തെ രക്ഷിച്ചാൽ മാത്രമേ എന്റെ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ. നിന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് നേടിയിരിക്കും. പിന്നീട് അങ്ങോട്ട് അവരുടെ നാളുകളാണ്. ജന്മം കൊണ്ട് ഞാൻ അങ്ങയോട് എപ്പോഴും കടപ്പെട്ടിരിക്കും. അതുകൊണ്ട് അങ്ങ് ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ എന്റെ ജീവൻ അങ്ങേക്ക് സമർപ്പിക്കാൻ തയ്യാറാണ്. പക്ഷേ എന്റെ അവസാന ആഗ്രഹം എന്നോളം എന്റെ വയറ്റിലെ കുഞ്ഞ് ജനിക്കുന്നത് വരെ എന്നെ ജീവിക്കാൻ അനുവദിക്കണം. സാധ്യമല്ല. ഈ കുഞ്ഞ് ജനിച്ചാൽ എന്റെ പുത്രനും ഈ രാജ്യത്തിനും കളങ്കം സംഭവിക്കും. അതുകൊണ്ട് നിന്നോടൊപ്പം ഈ കുഞ്ഞും ഇല്ലാതായേ പറ്റൂ. അതില് ഞാനല്ലേ ഉണ്ടായത്? ആ സ്വപ്നം അത് റിയല് നടന്നതാണോ? എങ്ങനെയൊന്ന് അറിയുക? അപ്പം ഞാൻ ഈശ്വര എന്തെന്നാ എന്നെ കാണിപ്പിച്ചേ? ഇനി സത്യാവസ്ഥ ഞാൻ എങ്ങനെ അറിയാനാ?